സ്വാഗതം. സായന ടാരോ കാർഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം താങ്കൾക്ക് വേണ്ടി ഞാൻ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് എന്ത് മാർഗ്ഗനിർദ്ദേശമാണ് അവർ തരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 കാർഡുകൾ എടുത്തുകൊണ്ട് അവർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡിൽ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലെസ്സിങ് എന്ന് പറയുന്നൊരു കാർഡാണ്. ബ്ലെസ്സിങ് എന്ന് പറയുന്ന കാർഡിൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഒരുപാട് ഫ്രൂട്ട്സ് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. പുറകിൽ ഒരു കുട്ടി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ദിവ്യ വെളിച്ചത്തിലൂടെ ഇത് പ്രത്യക്ഷപ്പെടുന്നു. പുറകിൽ നമുക്കൊരു ഏഞ്ചലിനെയും കാണാം. ഈ കാർഡ് നമ്മളോട് പറയുന്നത് യൂസ് യുവർ പവർ ടു ലൈറ്റ് അപ്പ് ദ വേൾഡ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ വെച്ച് ഒരാൾക്ക്, അതായത് ലോകത്തിന് പ്രകാശം കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മളാര് വേദനിപ്പിച്ചാലും നമ്മൾ തിരിച്ച് അവർക്ക് വേദന കൊടുക്കരുത്, നമ്മൾ അവർക്ക് സന്തോഷമേ കൊടുക്കാവുന്നതാണ്. അതാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ദ ഐസേജ് എന്ന് പറയുന്നതാണ്. ഐസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒന്നുമില്ലാത്ത ഒരു ഐസേജാണ് കാണുന്നത്. ഇവിടെ നമുക്ക് സൂര്യനെ കാണാം, ഇവിടെ ചെറുതായിട്ടൊരു പച്ചപ്പ് വരുന്നുണ്ട്. ഐസേജ് എന്ന് പറയുന്ന എല്ലാം നമുക്കറിയാം, ഐസായിരിക്കുന്ന അവസ്ഥയാണ്, ഘനീഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ദ സീഡ്സ് ഓഫ് ന്യൂ ബിഗിനിങ്സ് ആർ ജെർമിനേറ്റിംഗ് എന്നുള്ളതാണ്. അതായത് പുതിയ തുടക്കങ്ങൾക്കുള്ള വിത്തുകൾ വന്നു തുടങ്ങി എന്നാണ് ഈ കാർഡിൻ്റെ അർത്ഥം. നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, ഐസേജ് എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ അതിൽ പോലും നമുക്ക് പുതിയ വിത്തുകൾ വന്നു തുടങ്ങി. വിത്ത് വന്നാൽ എന്താണ്, അത് ഭാവിയിൽ മരമാവും, നമുക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും യൂണിവേഴ്സ് എന്തൊക്കെയോ താങ്കൾക്ക് വേണ്ടി പുതിയതൊരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. സമയമാകുമ്പോൾ അതറിയാം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഡോൾഫിൻ എന്ന് പറയുന്ന കാർഡാണ്. ഡോൾഫിൻ എന്ന് പറയുന്നത് കണ്ടറിയാൻ പറ്റും, കുട്ടികൾ ഒരു ഡോൾഫിനുമായിട്ട് കളിക്കുന്നൊരു ചിത്രമാണ് കാണുന്നത്. ഈ കാർഡിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സെർവ് വിത്ത് വിസ്ഡം ആൻഡ് ജോയ് എന്നുള്ളതാണ്. അതായത് സേവിക്കൂ, എങ്ങനെ, ജ്ഞാനം കൊണ്ടും സന്തോഷം കൊണ്ടും. അപ്പോൾ ആദ്യം പറഞ്ഞ കാർഡിൻ്റെ അർത്ഥം തന്നെയാണ് മൂന്നാമത്തേക്കും വരുന്നത്. ഇന്ന് അപ്പോൾ തരുന്ന സന്ദേശം യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്കിത് തന്നെയാണ് ഉറങ്ങുന്നതിന് മുമ്പ്. ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മളെ ആര് വേദനിപ്പിച്ചാലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊടുക്കുക. 2, പുതിയ തുടക്കങ്ങൾക്ക് യൂണിവേഴ്സ് താങ്കൾക്ക് തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ സീഡ്സ്, വിത്തുകൾ പാകിയിട്ടുണ്ട്. 3, ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരെയും സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. ഒരു നല്ല രാത്രി ഉറക്കം താങ്കൾക്ക് നേരുന്നു. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.